ഹരി ഓം. ഓം ശ്രീമാത്രേ നമ. എല്ലാ യോഗ ബന്ധുക്കൾക്കും നവരാത്രി ആശംസകൾ. അമാവാസി കഴിഞ്ഞ് പ്രഥമ മുതൽ 9 ദിവസത്തെ നവമി വരെയുള്ള 9 ദിവസത്തെ രാത്രികളുടെ കാത്തിരിപ്പിന് ശേഷം വിജയദശമി. അതാണല്ലോ നവരാത്രി ആഘോഷം എന്ന് പറയുന്നത്. പ്രഥമം ആദ്യത്തെ ദിവസം ശൈലപുത്രി ഭാവത്തിൽ നമുക്ക് ദേവിയെ ഉപാസിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ശൈലപുത്രി? ഹിമവാന്റെ മകളായിട്ട് ദേവി വന്ന് ജനിക്കുന്നതാണ് ശൈലപുത്രി ഭാവം. നമ്മളുടെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. മാതാപിതാക്കൾക്ക് മക്കളായി നമ്മൾ ജനിക്കണോ അല്ലെ. രണ്ടാമത്തെ ഭാവമാണെന്ന് ബ്രഹ്മചാരിണി ഭാവമാണ്. ബ്രഹ്മചാരിണി ഭാവത്തിൽ എന്താണ്? ക്ഷമയോടും അച്ചടക്കത്തിലോടും കൂടിയിട്ട് ഒരുപാട് അറിവുകൾ സമ്പാദിക്കുന്നു. എന്നിട്ട് എന്താണ്? ഒരു കുടുംബം രൂപീകരിക്കാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു ലക്ഷ്യപ്രാപ്തി നമുക്കുണ്ടാകുന്നത് എപ്പോഴാണ്? ബ്രഹ്മചാരിണി ഭാവത്തിൽ തന്നെയാണ്. അവിടെ രണ്ടാമത്തെ ഘട്ടം നമ്മൾക്കും വിദ്യാഭ്യാസവും അതുപോലെയുള്ള കാര്യങ്ങളുടെ തീരുമാനമെടുക്കലും നടക്കുന്നത് ബ്രഹ്മചാരിണി ഭാവത്തിൽ തന്നെയാണ് അല്ലെ. മൂന്നാമത്തെ ഭാവത്തിൽ എന്താണ്? ചന്ദ്രഘണ്ഠ. ചന്ദ്രഘണ്ഠ എന്താണ്? മഹാദേവനെ സഖ്യമായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നാലാമത്തെ ഭാവമാണ് കൂഷ്മാണ്ഡ. ഈ ഭൂമിയെ തന്നെ അണ്ഡത്തില് ചുമക്കുകയാണ് ദേവി ചെയ്യുന്നത് അല്ലെ. അത് തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്. ഈ ഭൂമിയുടെ പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അണ്ഡം തന്നെയല്ലേ നമ്മളും ചുമക്കുന്നത് അല്ലെ. അതിനുശേഷമാണ് സ്കന്ദന്റെ മാതാവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പാർവതി ദേവി അല്ലെ. അത് തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. സ്കന്ദമാതയ്ക്ക് ശേഷമുള്ള ഭാവമാണ്, മാതൃത്വം തികഞ്ഞു നിൽക്കുന്ന ഭാവമാണ് കാർത്യായനി ഭാവം. അതായത് വളരെ പക്വതയോടുകൂടി ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാനുള്ള ഒരു ഭാവമാണ് കാർത്യായനി ഭാവം അല്ലെ. മാതൃത്വത്തിന് ശേഷം നമ്മളും ആ ഒരു തലത്തിലല്ലേ എത്തിപ്പെടുന്നത്. അതിനുശേഷമുള്ള ഭാവമാണ് കാളരാത്രി ഭാവം അല്ലെ. കാളരാത്രി ഭാവം പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജികളെയും തുടച്ചു മാറ്റാനുള്ള കഴിവുള്ള ഒരു ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ് കാളരാത്രി എന്ന് അറിയപ്പെടുന്നത്. കാളരാത്രിക്ക് ശേഷം നെഗറ്റീവ് എനർജികളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ അവിടെ പരിശുദ്ധമായി അല്ലേ, കംപ്ലീറ്റ് പോസിറ്റീവ് എനർജിയായി. അതാണ് മഹാഗൗരി ഭാവം. അതായത് ഒരു വാർദ്ധക്യം എന്നുള്ള ഭാവത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്താണ്? നമ്മൾ കംപ്ലീറ്റ് പ്യൂരിഫൈഡ് ആയി മാറിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് മഹാഗൗരി ഭാവം. ആ മഹാഗൗരി ഭാവത്തിന് ശേഷം എല്ലാ സിദ്ധികളും തികഞ്ഞിട്ടുള്ള ഒരു സിദ്ധിദാത്രിയാവുകയാണ് 9ാമത്തെ ദിവസം. ഇതെല്ലാം കഴിഞ്ഞു വരുന്ന ദിവസമാണ് വിജയദശമി. ധാർമ്മികമായിട്ടുള്ള എല്ലാം തികഞ്ഞിട്ടുള്ളൊരു ഭാവമാണ്. എല്ലാ ഇരുട്ടിനെയും മാറ്റിയിട്ട് വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതിന് എന്തു വേണം? ആദ്യം ഇരുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമാണ് വെളിച്ചത്തിന് വിലയുണ്ടാകുകയുള്ളൂ അല്ലേ. നമ്മളുടെ ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവം, അതിനെയാണ് ഈ ഇരുട്ട് എന്ന് പറയുന്നത്. ആ ഇരുട്ടിനെ മാറ്റാനാണ് ദേവി മഹാത്മ്യം, ദേവി കവചം എല്ലാം ഉപയോഗിക്കുക. അപ്പൊ എന്താണ് ദേവി മഹാത്മ്യം? ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം. അതില് മധുകൈടഭനെ ദേവി വധിക്കുന്നു, അതുപോലെ മഹിഷാസുരൻ, നിശുംഭന്മാര്, ഇവരെല്ലാം വധിക്കുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ലേ. അപ്പൊ ആരാണ് ഈ രാക്ഷസന്മാര്? ഞാൻ എന്ന എൻ്റെ ഉള്ളിലുള്ള ഈ ഭാവങ്ങളെയാണ് രാക്ഷസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയെല്ലാം വധിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജികളെല്ലാം പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കവചം നമ്മളെ മുൻകൂട്ടിയിട്ട് രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ദേവി മഹാത്മ്യം ചൊല്ലുന്നതിന് മുന്നേ ചൊല്ലുന്നതാണ് ഒരു ബീജമന്ത്രമാണ് ദേവി കവചം എന്നുള്ളത് പറയുന്നത്. എല്ലാ ദിവസവും ദേവി കവചം മാത്രം ചൊല്ലുന്നവരും ധാരാളമുണ്ട്. അത് കവചമന്ത്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ദേവി എനിക്ക് തരണേ, എൻ്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളെയും മാറ്റിയിട്ട് ദേവിയുടെ കവചം എന്നും എൻ്റെ ഒപ്പം ഉണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ഒരു കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആ കുട്ടി തന്നെ അമ്മയോട് പറയാണ്, അമ്മ എന്നെ സംരക്ഷിക്കണേ, അമ്മയുടെ ഒരു നോട്ടം എൻ്റെ ഒപ്പം എന്നും ഉണ്ടാവണേ എന്ന് റിക്വസ്റ്റ് ചെയ്യും കൂടി ചെയ്താലോ ആ അമ്മ ഒരു കാരണവശാലും പിന്നെ നമ്മളെ വിട്ടുപോകില്ല അല്ലേ. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള സമർപ്പണത്തോടു കൂടി ദേവി കവചം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത്ഭുതകരമായിട്ടുള്ള ഫലപ്രാപ്തി തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളത് നിസ്സംശയം പറയാം. അതാണ് ദേവി കവചത്തിൻ്റെ മഹാത്മ്യം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ SPYSത്തിലെ എല്ലാ ബന്ധുക്കൾക്കും ആ ദേവി കവചത്തിൻ്റെ ഫലം ഉണ്ടാവട്ടെ. സമസ്ത ലോകത്തിനും ഒരു കവചമായിട്ട് ദേവി കവചം മാറട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ നമുക്ക് ചൊല്ലാം ദേവി കവചം. അഥ ദേവ്യായ കവചം അസ്യ ശ്രീദേവി കവചസ്തോത്രം മഹാമന്ത്രസ്യ ബ്രഹ്മാ ഋഷിഃ അനുസ്തപ്ഛന്ദഃ
महालक्ष्मीर्देवता ह्रां बीजं ह्रीं शक्तिः ह्रूं कीलकं श्रीमहालक्ष्मीप्रसादसिद्ध्यर्थे जपे विनियोगः ह्राम् इत्यादि षडाङ्गान्यासः ॐ नमः चण्डिकायै नमः। मार्काण्डेय उवाच यत्गुह्यं परमं लोके सर्वरक्षाकरं नृणां यन्न कस्यचिदाख्यातं तन्मे ब्रूहि पितामह। ब्रह्मोवाच अस्ति गुह्यतमं विप्र सर्वभूतोपकारकं देव्यास्तु कवचं पुण्यं तच्छृणुष्व महामुने। प्रथमं शैलपुत्रेति द्वितीयं ब्रह्मचारिणी तृतीयं चन्द्रखण्डेति कूष्माण्डेति चतुर्थकं पञ्चमं स्कन्दमातेति षष्ठं कात्यायनीति च सप्तमं कालरात्रीति महागौरीति षष्ठमं नवमं सिद्धिदा प्रोक्ता नवदुर्गा प्रकीर्तिता उक्तान्येतानि नामानि ब्रह्मणैव महात्मनाम्। अग्निना दह्यमानस्तु शत्रुमध्यगतोरणे विषमे दुर्गमे चैव भयार्थ शरणं गता। न तेषां जायते किञ्चित् अशुभं रणसङ्कटे नापदं तस्य पश्यामि शोकदुःखाभयं नहि। येस्तु भक्त्या स्मृता नूनं तेषां हृदि प्रजायते प्रेतसंस्था तु चामुण्डा वाराही महिषासना। ऐन्द्रिगज समारूढ वैष्णवी गरुडासना माहेश्वरी वृषारूढ कौमारी सिकिवाहना। ब्रह्मी हंस समारूढ सर्वाभरणभूषिता नानाभरणशोभाढ्य नानारत्नैश्च शोभिता। दृश्यन्ते रथमारूढा देवकोपसमन्विता शङ्खं चक्रं गदं शक्तिं हलं समुसलायुधं केटकं तोमरं चैव परशुं पाशमेव च कुन्त्यायुधं त्रिशूलं च साङ्गाम्यायुधम् उत्तमम्। दैत्यानां देहनाशाय भक्तानामभयाय च तारयन्त्यायुधानीथं देवानां च हिताय वै। महाबले महोत्साहे महाभयविनाशिनी त्राहि मां देवि दुष्प्रेक्ष्ये शत्रूणां भयवर्धिनि। प्राच्यां रक्षतु मामैन्द्री आग्नेयामग्निदेवता दक्षिणे चैव वाराही नैऋत्वां खड्गधारिणी। प्रतीच्यां वारुणी रक्षेत् वायव्यां मृगवाहिनी रक्षेदुदीच्यां कौबेरी ईशान्यां शूलधारिणी। ऊर्ध्वं ब्रह्मणि मे रक्षेत् अधस्त्वाद्वैष्णवी तथा एवं दश दिशो रक्षेत् चामुण्डा शववाहना। जया मे जाग्रतः पादु विजया पादु पृष्ठतः अजिता वामपार्श्वेदु दक्षिणे च पराजिता। शिखामुद्योदिनी रक्षेद् उमामूर्ध्नि व्यवस्थिता मालाधरी ललाटे च भ्रुवौ रक्षेद् यशस्विनी। त्रिनेत्रयोश्चित्रखण्डा च यमखण्डा च नासिके शङ्खिनी चक्षुषोर्मध्ये श्रोत्रयोर्विन्ध्यवासिनी। कपालौ कालिका रक्षेद् कर्णमूले दुशाङ्करी
नासिकायां सुगन्धा च उत्तरोष्टे च चर्चिका अधरे चामृतकला जिह्वायां तु सरस्वती दन्तान् रक्षतु कौमारी कण्ठमध्ये तु चण्डिका खण्डिकां चित्रखण्डा च महामाया च तालुके कामाक्षी चिबुगं रक्षेद् वाचं मे सर्वमङ्गला ग्रीवायां भद्रकाली च पृष्ठवंशे धनुर्धरी नीलग्रीवा बहिकण्ठे नलिकां नळगोबरी गद्गदारिण्युभौ स्कन्दौ बाहुमे वज्रधारिणी हस्तयोर्दण्डिनी रक्षेत् अम्बिका चाङ्गुलीषुजाम् नखान् शूलेश्वरी रक्षेत् कक्षौ रक्षेन्नलेश्वरी स्तनौ रक्षेन्महालक्ष्मी मनःशोकविनाशिनी हृदयं ललिता देवी उदरं शूलधारिणी नाभिं च कामिनी रक्षेत् गुह्यं गुह्येश्वरी तदा भूतनाथा च मेढ्रं मे गुदं महिषवाहिनी कढ्यां भगवती रक्षेत् जानुनी विन्ध्यवासिनी जङ्गे महाबला प्रोक्ता जानुमध्ये विनायकी गुल्फयोर्नारसिंही च पादपृष्ठे मिदौजसी पादाङ्गुली श्रीधरी च पादादस्थलवासिनी नगान्धंष्ट्राकराळी च केशांशैवोत्वकेशिनी रोमकूपाणि कौबेरी त्वचं वागीश्वरी तदा रक्तं मज्जा वसा मांसानि अस्ति मेधांसि पार्वती आन्ध्राणि कालरात्रि तु पित्तं च मुकुडेश्वरी पद्मावती पद्मकोशे कफे चूडामणिस्तदा ज्वालामुखी नगज्वालाम् अभेद्या सर्वसन्धिषु शुक्लं ब्रह्माणि मे रक्षेत् छायां छत्रेश्वरी तथा अहङ्कारं मनोबुद्धिं रक्षेन्मे धर्मचारिणी प्राणापानो तथा व्यानं समानौ दानमेव च यशः कीर्तिं च लक्ष्मीं च तथा रक्षतु चक्रीणि गोत्रमिन्द्राणि मे रक्षेत् पशून् मे रक्ष चण्डिके पुत्रान् रक्षेन्महालक्ष्मीं भार्यां रक्षतु भैरवी मार्गं क्षेमकरी रक्षेत् विजया सर्वदा स्थिताम् रक्षाहीनं तु यत्स्थानं वर्जितं कवचेन तु तत्सर्वं रक्ष मे देवी जयन्ती पापनाशिनी पदमेकं न गच्छेतु यदि चेद् शुभम् आत्मना कवचेनावृतो नित्यं यत्र यत्र हि गच्छति तत्र तत्रार्थलाभश्च विजयः सार्वकामिका यं यं चिन्तयते कामं तं तमाप्नोति निश्चितम् परमैश्वर्यमतुलं प्राप्स्यते भूतले पुमान् निर्भयो जायते मर्त्य संग्रामेष्वपराजिता त्रैलोक्ये तु भवेत् पूज्या कवचेनावृतपुमान् इदं तु देव्या कवचं देवानामपि दुर्लभं य पठेत् प्रयतो नित्यं त्रिसन्ध्यां श्रद्धयान्विता देवी कला भवेत् तस्या त्रैलोक्ये चापराजिता जीवेद्वर्षशतं साग्रम् अपमृत्युविवर्जितः नश्यन्ति व्याधयः सर्वे लूता विस्फोटकादयः स्थावरं जङ्गमं चापि कृत्रिमं चापि यद्विषम् आभिचाराणि सर्वाणि मन्त्रयन्त्राणि भूतले
ഭൂചരാ ഖേചരാ ചൈവ ജലജാ ചൗവദേശികാ സഹജാ കുലജാ മാല ഡാഗിനി ശാഗിനി തഥാ. അന്തരിക്ഷചരാഘോരാ ഡാഗിന്യശ്ച മഹാബലാ ഗ്രഹഭൂതപിശാചാശ്ച യക്ഷഗന്ധർവരാക്ഷസാ ബ്രഹ്മരാക്ഷസവേതാളാ കൂഷ്മാണ്ഡാ ഭൈരവാദയ നശ്യന്തി ദർശനാത്തസ്യ കവചേ ഹൃദി സംസ്ഥിതേ. മാനോ നതിർഭവേദ്രാജ്ഞാ തേജോ വൃദ്ധികരം പരം യശസാ വർദ്ധതേ സോപി കീർത്തിമണ്ഡിത ഭൂതലേ. ജപേത് സപ്തശതീം ചണ്ഡീം കൃത്വാ തു കവചം പുരാ യാവത് ഭൂമണ്ഡലം തിഷ്ഠേത് സശൈലവനകാനനം താവത് തിഷ്ഠതി മേദിന്യാം സന്തതി പുത്രപൗത്രികീ. ദേഹാന്തേ പരമം സ്ഥാനം യത്സുരൈരവിദുർലഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായ പ്രസാദതാ. ലഭത്തെ പരമം രൂപം ശിവേന സഹ മോദതേ. ഇതി ദേവി കവചം സമ്പൂർണം. ശ്രീ മാത്രേ നമഃ. ശ്രീമാത്രേ നമഃ. ഈ 47 ശ്ലോകങ്ങൾ ചേർന്നതാണ് ദേവീ കവചം. ഇപ്പൊ നിങ്ങൾ കേട്ട പോലെ നമ്മളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ഓരോ ദേവിക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശങ്ങൾ ഉപയോഗിച്ച് ദേവി നമ്മളെ കാത്തുരക്ഷിക്കണേ എന്നുള്ളതാണ് ദേവീ കവചത്തിലൂടെ നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഫലം എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ വന്നിട്ട് ഇത് ചൊല്ലിയ എല്ലാ അക്കമാർക്കും ഒരുപാട് നന്ദി. സുനൈനക്ക, മിനി രാമചന്ദ്രനക്ക, ഗോപണ്ണ, SPYSSലെ ഓരോ അംഗങ്ങൾക്കും നവരാത്രി ആശംസകളും നന്ദിയും പറഞ്ഞിട്ട് നമുക്കിതോടെ സമാഹരിക്കാം. ഹരി ഓം.